ഹലോ, ഞാൻ നിജ നസ്രിൻ. ഞാനിപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ 4th ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞാനിവിടെ പല ബ്രില്യൻറ്റിൽ 2020 റിപ്പീറ്റ് ചെയ്തായിരുന്നു. ഇപ്പം ഞാനിവിടെ 4 വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. അപ്പം നമ്മുടെ ബ്രില്യൻറ്റിൽ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഇപ്പം ക്യാൻറ്റീൻ വന്നു, പിന്നെ പുതിയൊരു ബ്ലോക്ക് വന്നു. അങ്ങനെ ലൈക്ക് ഞാൻ കോവിഡിന് തൊട്ട് മുമ്പത്തെ ബാച്ചായിരുന്നു. ഞങ്ങളുള്ളപ്പോഴായിരുന്നു കോവിഡ് വന്നിട്ട് എല്ലാവരും വിട്ടത്. അപ്പം കോവിഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറേ മാറ്റങ്ങളുണ്ട്. പിന്നെ ലൈക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഇവിടെ വരുമ്പോൾ. ഇവിടെ വന്നിട്ട് പിന്നെ ഞാനിപ്പം ഡയറക്ടേഴ്സിനെ കണ്ടു, പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിനെ കണ്ടു. ലൈക്ക് അവരൊക്കെ കാണുമ്പം ലൈക്ക് ഒരു കിട്ടുന്നൊരു സന്തോഷം അത് കൊള്ളാം. ഇപ്പം നമ്മളിവിടെ വരുമ്പോൾ ഞാൻ എമറാൾഡ് ഹോസ്റ്റലിലായിരുന്നു. ഞാൻ കോവിഡ് ബാച്ചിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവിടെ നമ്മുടെ എക്സാമിന് തൊട്ട് മുമ്പ് നമ്മളെല്ലാവരും വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ മാർക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് ടീച്ചേഴ്സ് വിളിക്കുമായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ നിന്ന് പഠിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം മാർക്ക്, ഇപ്പോൾ റാങ്കൊക്കെ കുറച്ച് നല്ലോണം കുറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സൊക്കെ വിളിക്കുമായിരുന്നു. ഇത്രയും കാലത്തിന് ശേഷം ബ്രില്യൻറ്റിലോട്ട് വരുമ്പോഴാണ് ഓരോ സ്ഥലത്തും പോകുമ്പം നമുക്ക് അന്ന് അവിടെയൊക്കെ നമ്മൾ എന്ത് ഹാപ്പി ആയിരുന്നു എന്ന് മനസ്സിലാവുന്നത്. ലൈക്ക് ഇപ്പം 4 ഇയേഴ്സിന് ശേഷമാണ് വരുന്നത്. അപ്പം ഇനിയും ഞങ്ങൾ ഇതേപോലെ വരണം എന്നാണ് ആഗ്രഹം. അപ്പം നിങ്ങൾ ഇനി ഇവിടെ പോയി കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴായിരിക്കും ലൈക്ക് ബ്രില്യൻറ്റിൽ എന്തുമാത്രം എക്സൈറ്റിംഗ് മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങളറിയാം. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.